ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് വരെ നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. രേണു കിച്ചു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ രേണുവിനെ കുറിച്ച് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. രേണു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു അവസ്ഥയിൽ കിച്ചുവിനെ ഇതിലേക്ക് വലിച്ചിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ കുറച്ചു മുന്നേ രേണു ചെയ്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ രേണു തുടക്കത്തിലേ പറയുന്ന കാര്യമാണ് കിച്ചുവിനെ കുറിച്ച്. ഞാൻ 11 വയസ്സ് വരെ നോക്കിയ ഒരു ചെറുക്കൻ എന്നെ കാണാനായിട്ട് ഇതുവരെയായിട്ട് വന്നില്ല എന്നുള്ള തരത്തിൽ. എന്താണ് രേണു? ഇത് ശരിയാണെന്ന് രേണുവിന് തോന്നുന്നുണ്ടോ? അവന്റെ ഇഷ്ടത്തിന് അവന്റെ കാര്യം നോക്കി ആരെയും ശല്യം ചെയ്യാതെ ആരെക്കുറിച്ചും ഒന്നും പറയാതെ അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രേണുവിനെ കുറിച്ച് ഇപ്പോൾ അവൻ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം പറഞ്ഞോ? എന്തെങ്കിലും രീതിയിൽ രേണുവിനെ കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവൻ പറഞ്ഞു? ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവന്റെ ഇഷ്ടം നോക്കി അവന്റെ കാര്യം നോക്കി അവൻ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് രേണു ഇങ്ങനെ വന്നു നിന്ന് അവനെ കുറിച്ച് ഇതുപോലെ കുറ്റം പറയാനായിട്ട് നിൽക്കുന്നത്? എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോൾ രേണു പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു സമയത്തെങ്കിലും രേണു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു 100%. രേണു ഇപ്പോൾ ഈ ചെയ്ത കാര്യം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു കാര്യമല്ല. രേണുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ രേണു മനസ്സിലാക്കിയിട്ട് രേണു മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് തിരിച്ചു വരികയാണ് വേണ്ടത്. അല്ലാതെ അതിനിടയിൽ ഇതുപോലെ വീഡിയോസ് ചെയ്ത് ബാക്കിയുള്ളവരുടെ തലയിൽ ഓരോന്ന് ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തീപ്പൊരി കിട്ടിയാൽ മതി ആളി കത്താൻ എന്നുള്ളത് രേണുവിന് നല്ല രീതിയിൽ അറിയാം. രേണു തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് അവന്റെ പേര് രേണു അതിൽ വലിച്ചഴക്കുന്നത്? എന്തിന്റെ ആവശ്യത്തിലാണ്? എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് രേണുവിന് നല്ല രീതിയിൽ അറിയാം. രേണുവിനെതിരെ എന്തൊക്കെ വന്നിട്ടുള്ളത് രേണുവിന് നല്ല രീതിയിൽ അറിയാം. എന്നിട്ട് ഇപ്പോൾ കിച്ചുവിനെ കുറിച്ച് ഈ ഒരു രീതിയിൽ സംസാരിക്കേണ്ട എന്താവശ്യമായിരുന്നു രേണുവിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്? വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രേണുവിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇങ്ങനൊരു കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ രേണു ഒഴിവാക്കണമായിരുന്നു. കാരണം ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് രേണുവായിട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് അത് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അവൻ ആരെയും ശല്യം ചെയ്യാൻ വരുന്നില്ല, അവൻ ആരെയും കാര്യത്തിൽ ഇടപെടുന്നില്ല, അവൻ്റെ കാര്യം നോക്കി അവൻ ഒറ്റയ്ക്ക് കാശുണ്ടാക്കി അവൻ മുന്നോട്ട് പോകുന്നു. അതിലെന്താണ് കുഴപ്പം രേണു? അല്ല, ഞാൻ ചോദിക്കട്ടെ. രേണുവിന് ഈ പറയുന്ന രീതിയിൽ കിച്ചുവിനെ കാണാൻ അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവിൻ്റെ ഒരു മകന്റെ സ്ഥാനമല്ലേ അവനുള്ളതെന്ന് പറയുന്നത്. രേണു തന്നെ പറയുന്നു 11 വയസ്സ് വരെ ആ ഒരു രീതി നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെ ആയാലും രേണുവിനായാലും അവനെ കോണ്ടാക്ട് ചെയ്യാം. കാരണം ഒരു അമ്മയുടെ സ്ഥാനമല്ലേ രേണു. മക്കളോട് ക്ഷമിക്കേണ്ടത് ഒരു അമ്മയുടെ ഒരു കടമയല്ലേ എന്ത് തന്നെയായാലും. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിലും മക്കളോട് അമ്മമാരല്ലേ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അതിലെന്ത് ഒരു കുറവാ അതിനുള്ളത് ശരിക്കും പറഞ്ഞാൽ? അപ്പൊ രേണുവിനായാലും അവനെ വിളിക്കാം, സംസാരിക്കാം, എന്ത് കാര്യമായാലും അവനായാലും തിരിച്ചത് ചെയ്യാം. അവന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അവന്റെ പക്വതക്കുറവ്. പക്ഷെ രേണു അവന്റെ അമ്മയുടെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയായിട്ടുള്ള രേണുവിനായാലും അവന്റെ തെറ്റുകൾ മറന്ന് അവനെയും കോണ്ടാക്ട് ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിലായാൽ പോലും അത്രയ്ക്കും രേണുവിന് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നല്ല അത് പറയേണ്ടതെന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേണുവിന് അറിയാം. എന്നിട്ടും ഈ ഒരു കാര്യം ചെയ്തത് അവന് അത് അത്രത്തോളം ഒരു പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യം മാറുമെന്ന് അറിഞ്ഞിട്ടും രേണു ഇത് ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രേണു ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ. കാരണം രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞവർ, രേണുവിന് നെഗറ്റീവ് പറഞ്ഞവരൊക്കെ തന്നെ രേണുവിനെ ഒരുപാട് പേര് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് മാറ്റിയിട്ട് രേണു പോസിറ്റീവ്. അതിന് കാരണം എന്താണ്? രേണു ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അതെന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ വേറൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ആരും ഒന്നും പറയാത്തത്. രേണുവിനെ കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാത്തത്. അതിന് മുന്നേ തന്നെ എന്തുമായിരുന്നു എന്നുള്ളത് രേണുവിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു വ്യക്തിയെ അങ്ങ് എറിഞ്ഞു കൊടുക്കരുതിരിക്കില്ല ആ ഒരു തരത്തിൽ. പ്രത്യേകിച്ച് കിച്ചുവിനെ പോലെ ഒരാൾ. കിച്ചു എന്താണ് രേണുവിന്? ഒരു മകന്റെ സ്ഥാനം തന്നെയാണല്ലോ. രേണുവിന്റെ സംസാരത്തിൽ നിന്നും അതാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു മകനെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് ഒരു അമ്മ ആ ഒരു തരത്തിൽ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തിനാണ് രേണു പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അത് പറഞ്ഞ് സോൾവ് ചെയ്യാം.
അല്ലെങ്കിൽ അത് ഈ പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാരെ അറിയിക്കുന്നത് എന്തിനാണ്? രേണുവിന് ഇപ്പോൾ ഉള്ള ആ ഒരു പോസിറ്റീവ് കൂടി നെഗറ്റീവ് ആക്കാനാണോ രേണു വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്? കാരണം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കുറെ നാൾക്ക് ശേഷം ഇപ്പോൾ രേണുവിന്റെ കമന്റ് ബോക്സിൽ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ കിച്ചുവിനെ കുറിച്ച് രേണു പറഞ്ഞ കാര്യമാണ്. അപ്പൊ എന്തിനാണ് ആവശ്യമില്ലാത്തത്? നമ്മളൊരു ഒരു ഘട്ടത്തിൽ നിൽക്കുവാണ്. ആ ഒരു രീതിയിൽ എങ്ങനെയും തരണം ചെയ്ത് മുന്നോട്ട് വരണം. അതിന്റെ ഇടയിൽ കൂടി എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത വയ്യാവേലികൾ വിളിച്ചു വരുത്താനായിട്ട് നിൽക്കുന്നത്? ശരിക്കും പറയാൻ അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുവാണ്. രേണുവിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. ഈ പറയുന്ന മാതിരി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരട്ടെ. പ്രശ്നങ്ങളും കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെ മാറട്ടെ. അതിനിടയിൽ ആ ചെറുക്കനെ കൂടി എന്തിനാണ് വലിച്ചിട്ട് അവന് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റുന്നത്? അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും രേണു അത് ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം രേണുവിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൂടി അത് ഒരു തരം നെഗറ്റീവ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട്, രേണുവിന് വീണ്ടും ഒരു നെഗറ്റീവ് ഉണ്ടാക്കി വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. അത് രേണുവിന്റെ കമന്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ, പലരുടെയും കമന്റ് നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്തു വന്ന് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കാനായിട്ട് ഇട ഉണ്ടാക്കി വെക്കരുത്. അവൻ കാണാൻ താല്പര്യമുണ്ടോ താല്പര്യമില്ലേ, രേണുവിന് അങ്ങോട്ട് കാണാൻ താല്പര്യമുണ്ടോ താല്പര്യമില്ലേ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാരെ കൊണ്ടൊരു ചർച്ചാ വിഷയമാക്കി മാറ്റാതെ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക. അല്ലാതെ അത് ഈ കിച്ചു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയുന്നില്ലല്ലോ. ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ വന്നിട്ട് അവൻ നിങ്ങളെ അതാണ് ഇതാണ് മറ്റേതാണെന്ന് എന്തെങ്കിലും തരത്തിൽ അവൻ പറയുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിന് ശേഷം അവന്റെ വീഡിയോസ് ചെയ്യുന്ന കാര്യം ചെയ്യുന്നു, അവൻ മുന്നോട്ട് പോകുന്നു. എന്തിനാണ് അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് രേണു വന്നെന്ന് അതും ഇതൊക്കെ പറയുന്ന രേണു? ദയവ് ചെയ്ത് രേണു ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കാര്യം രേണു ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ഈ ഒരു പറച്ചിൽ നിർത്തുക. അതായത് കിച്ചുവിനെ കുറിച്ചുള്ള ഈ ഒരു ടോക്ക് നിർത്തുക. രേണുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ രേണുവിനെ അമ്മയുടെ സ്ഥാനത്താണ്. ഈ പറയുന്ന രീതിയിൽ അവനെ വിളിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആരെയും കൊണ്ട് അവനെ കോൺടാക്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ കിച്ചുവിനായാലും ഇങ്ങോട്ട് ആ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്യാം. പക്ഷെ അത് ഈ പറയുന്ന രീതിയിൽ നാട്ടുകാരെ അറിയിക്കുന്ന തരത്തിൽ, ഈ പറയുന്ന നാട്ടുകാർക്കിടയിൽ അങ്ങൊരു സംഭവം ഇട്ടുകൊടുക്കുന്ന തരത്തിൽ രേണുവായിട്ട് അതിന് തുനിയരുത്, രേണുവായിട്ട് അത് ചെയ്യരുത്. അത് തെറ്റാണ് ആ ഒരു കാര്യം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രേണു ആ ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ രേണുവിനെ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കിച്ചുവിനെ കുറ്റം പറയുന്നതോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. രേണുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും റിക്കവറായി വരാനായിട്ട് രേണു ശ്രമിക്കുക. അതല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടി കിച്ചു അത് ഇത് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ അവനും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന തരത്തിലോട്ട് രേണുവായിട്ട് അതിന് മുൻകൈ എടുക്കരുത്. അത് നാട്ടുകാർക്കിടയിൽ ഇട്ടുകൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റരുത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള നെഗറ്റീവ് മാറിയിട്ടുള്ള ഒരു അത് വീണ്ടും നെഗറ്റീവ് ആക്കി വയ്ക്കുന്ന തരത്തിലോട്ട് രേണു ഇട ഉണ്ടാക്കി വയ്ക്കാതിരിക്കുക ദയവ് ചെയ്ത്.